യേശുവാദിനും അന്തിനുമേ സർവസൃഷ്ടാവും കർത്താവുമേ. യേശുവാദിനും അന്തിനുമേ സർവസൃഷ്ടാവും കർത്താവുമേ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ആരാധിച്ചുകൊണ്ട് പാടാം. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ഉന്നതനേശുവിനാരാധന. ഒരിക്കൽ കൂടി പാടാം. ഉന്നതനേശുവിനാരാധന. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ചേർന്ന് പാടാം. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ഉന്നതനേശുവിനാരാധന. ഉന്നതനേശുവിനാരാധന. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച നല്ല ദൈവമാണ് അവിടുന്ന്. ആ ദൈവം അതാ തൻ്റെ സർവ ആധിപത്യവും വെടിഞ്ഞ് ചെറിയ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ ഇതാ അവിടുന്ന് നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഈ സമയം നന്നായി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ സമയം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ചെലവഴിക്കാം. സർവശക്തനായ ദൈവമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന ബോധ്യത്തോടെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ അവിടുത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കാം. യേശുവാരിലും ഉന്നതനേ. അതെ, അവിടുന്ന് ഉന്നതനാണ്. യേശുവാരിലും പരിശുദ്ധനേ. മഹാപരിശുദ്ധനാണ് അവിടുന്ന്. യേശുവാരിലും ഉന്നതനേ, യേശുവാരിലും പരിശുദ്ധ. വിശ്വാസത്തോടെ നമുക്ക് പാടാം. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ഉന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധന. ഉന്നതനേശുവിനാരാധന. ഉന്നതനേശുവിനാരാധന. പരമപരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊരു നിമിഷം അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മക്കളെ തേടി വരുന്ന മറ്റ് വേറെ ഏതൊരു ദൈവമാണുള്ളത്? അത്രമാത്രം ഈശോ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് അറിയാം, എല്ലാം അറിയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളും ആരോടും പറയാത്ത
പല വേദനകളും എല്ലാം ഈശോ കാണുന്നുണ്ട്. അവിടത്തേക്ക് എല്ലാം അറിയാം. ആ ഒരു വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കുന്നവൻ നന്നായി ജീവിക്കുമെന്ന്. ഒരിക്കൽ കൂടി നമുക്കത് കേൾക്കാം. നന്നായി പ്രാർത്ഥിക്കുന്നവൻ നന്നായി ജീവിക്കും. അതെ, ഈ സമയം നാം ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കൊരുങ്ങാം. ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും നമ്മുടെ അന്തരാത്മാവിൽ ഒരു മാറ്റമുണ്ടാവും. നന്നായി പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാകും. അത് നമുക്ക് ഇന്ന് അനുഭവിക്കണം. വേറെ സമയമില്ല. ഇതാണ് രക്ഷയുടെ സമയമെന്ന് ഈശോ നമ്മളോടിപ്പോൾ പറയുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ എല്ലാ നൊമ്പരങ്ങളിലും വേദനകളിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോ ഇപ്പോൾ നമ്മോട് വ്യക്തിപരമായി പറയുകയാണ്. ആ ഈശോയെ നമുക്ക് സ്നേഹത്തോടെ നോക്കിയിരിക്കാം. അവിടുന്ന് നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്, ഈശോയെ, എൻ്റെ ഹൃദയത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ലോകത്തുള്ള ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മഹാമാരി പോലെ വന്നിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ലോകം മുഴുവനെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ ആവശ്യം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം മാത്രമല്ല, ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് സാധിക്കുന്നവർക്കൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കൈകൾ ഉയർത്തി ഈശോയെ നമുക്കൊന്ന് സ്തുതിച്ചാരാധിക്കാം. സർവവും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാം സമർപ്പിക്കട്ടെ, എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. ഈശോ അവിടുന്ന് ഏറ്റെടുക്കും. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ മാത്രമല്ല, ലോകം മുഴുവനെയും അവിടുന്ന് ഈ സമയം അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി 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 നന്ദി. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ലോകം മുഴുവനെയും തിരുരക്തം കൊണ്ട് കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി പൊതിഞ്ഞ് സംരക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കഴുകണമേ യേശു, നിന്തിരുഹിതമിവിടെ നിറവേറ്റണമേ യേശു. ചേർന്ന് പാടാം. തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമിവിടെ നിറവേറ്റണമേ യേശോ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പാടാം. തിരുരക്തത്താൽ കഴുകണമേ യേശു, നിന്തിരുഹിതമിവിടെ നിറവേറ്റണമേ യേശു. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ കഴുകണമേ യേശു, നിന്തിരുഹിതമിവിടെ നിറവേറ്റണമേ യേശു. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
കഴുകണമേശോ പാപഭാരങ്ങൾ അകറ്റണമേശോ. ചേർന്ന് പാടാം. പാവനാത്മാവാൽ ഈശോയെ നിറയ്ക്കണമേ നിറയ്ക്കണമേ ഈശോയെ. പാപഭാരങ്ങൾ ഏറ്റെടുക്കണമേ. അകറ്റണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ നിന്റെ തിരുരക്തത്തോട് കഴുകണമേ. തിരുഹിതമിവിടെ നിറവേറ്റണമേശോ. തിരുരക്തത്താൽ ഈശോയെ കഴുകണമേ. കഴുകണമേശോ. തിരുഹിതമിവിടെ നിറവേറ്റണമേശോ. ഈശോയെ നിന്റെ തിരുഹിതം മാത്രം നടക്കാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള അനേകരെ ഞങ്ങൾ കാണുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥന ഈ ലോകത്തിൽ ഇന്ന് ആവശ്യമാണ് ഈശോയെ. പ്രിയമുള്ളവരെ, ഇനി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈശോയുടെ കരുണ അവിടുത്തോട് ചോദിക്കുക. കാരണം നാമൊക്കെ പാപികളും ബലഹീനരുമാണ്. തെറ്റ് ചെയ്യുന്നവരും തിന്മ പറയുന്നവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. പാപത്തോട് താല്പര്യമുള്ളവരാണ്. നന്മയോട് താല്പര്യം കുറഞ്ഞു പോകുന്നവരുമാണ്. നന്മ എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ബോധ്യത്തോടെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ലോകത്തിൻ്റെ ഈ മഹാവിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ എന്ന് ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതെ, അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുക. നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ദൈവകരുണയിൽ ഏതൊരു മഹാപാപിക്കും ആശ്രയമുണ്ട്. നമുക്കത് വിശ്വസിക്കാം. നാമൊക്കെ എത്ര തന്നെ തെറ്റ് ചെയ്തവരാണെങ്കിലും എന്തുമാത്രം പാപത്തിൽ കൂടി നടന്നവരാണെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ ഒരു പ്രതീക്ഷയുണ്ടിപ്പോൾ. ഈശോയുടെ കരുണ. ആ ഈശോയുടെ കരുണ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രം പോരാ, എൻ്റെ കുടുംബത്തിൽ മാത്രം പോരാ, എൻ്റെ സമൂഹത്തിലും ലോകം മുഴുവനിലേക്കും ഇത് വർഷിക്കപ്പെടണം. അതിനായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് ഹൃദയപൂർവം ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ ചൊരിയണമേ ഈശോയെ. ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ചേർന്ന് പാടാം. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് നമുക്കൊന്ന് പാടാം. ഈശോയുടെ ഈശോയെ, അതിദാരുണമാ എൻ്റെ ഈശോയെ, പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. കരുണയുണ്ടാകണമേ. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, കരുണയുണ്ടാകണമേ. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ.
സർവവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കാം. ഒത്തിരിയേറെ തിന്മകളും പോരായ്മകളും നിറഞ്ഞതാണ്. ഒരുപക്ഷെ നീ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാകാം. എങ്കിലും തിരുവചനത്തിൽ പറയുന്നു, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ എന്ന്. അതേ ഈശോയെ, മനുഷ്യ മക്കളായ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങയുടെ കരുണ ആവശ്യമാണ്. അല്ലെങ്കിൽ എപ്പോഴാ വീണു പോവുക എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവെ, വളരെ ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് അവിടുത്തെ നോക്കാം. ഇതുപോലൊരു ദൈവത്തെ നമുക്ക് വേറെ എവിടെ നിന്നുണ്ട് കാണാൻ? എത്രമാത്രം സ്നേഹിച്ചാലും അവിടത്തേക്ക് മതിയാകുന്നില്ല. നാം എത്രമാത്രം പാപികളാണെങ്കിലും നമ്മളെ സ്നേഹിച്ച് കൊതി തീരുന്നില്ല. ആ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാം. ഈശോയെ, നീ എന്നെ സ്നേഹിക്കുന്നതോർത്ത്, ലോകം മുഴുവനെയും സ്നേഹിക്കുന്നതോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഒരല്പം പോലും പുറകോട്ട് പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ഈ നിമിഷം നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയൊക്കെ നമുക്കോർക്കാം. ഒരുപക്ഷെ നമ്മേക്കാൾ ദുഃഖത്തിലും ദുരിതത്തിലും വേദനിക്കുന്നവർ ആണവര്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൊറോണ വൈറസ് മൂലം, രോഗം മൂലം വേദനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം അതിവേഗം സൗഖ്യം പ്രാപിക്കട്ടെ. അനുദപിക്കാൻ പോലും സമയമില്ലാതെ മരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് ഏറ്റെടുക്കട്ടെ, അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കരുണയിൽ ഒരിക്കൽ കൂടി നമുക്ക് ആശ്രയിക്കാം. ജീവിതത്തിൽ ഞാൻ ഇനിയെന്നും ഈശോയുടെ കരുണ തേടും എന്നുള്ളൊരു തീരുമാനവും നമുക്കെടുക്കാം. കാരണം ഈശോയുടെ കരുണയ്ക്ക് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈശോയെ, നിന്റെ കരുണയുടെ കടലിൽ ഞങ്ങളെ ഓരോരുത്തരെയും, പാപികളും ബലഹീനരുമായിട്ടുള്ള എല്ലാ മക്കളെയും ഒപ്പം മുക്കിയെടുക്കണമേ. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മാത്രമല്ല, ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളെയും ഈശോയെ നിന്റെ കരുണയുടെ കടലിൽ മുക്കിയെടുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ പ്രത്യാശയിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം രക്ഷിക്കാൻ കഴിവുള്ള നമ്മുടെ ഈശോയാണ്
നാം പ്രാർത്ഥിക്കുന്നത് എന്ന വലിയ ബോധ്യത്തോടെ നമുക്കായിരിക്കാം. ഈ സമയം നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരട്ടെ. വേറെ എവിടെയും ശ്രദ്ധിക്കേണ്ട, ഈശോയെ മാത്രം ശ്രദ്ധിക്കുക. അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ വലിയ സമാധാനവും വലിയ ശാന്തിയും വലിയ സ്നേഹവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലാകും. വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ വലിയ കരുണ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ സമയം, അനുഗ്രഹിക്കുന്ന സമയം, അത് പൂർണ്ണമായും നമുക്ക് ഏറ്റെടുക്കാം. വലിയ സൗഖ്യം നൽകുന്ന സമയമാണിത്. ദുഃഖിക്കുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം തരുന്ന സമയമാണിത്. വേദനിക്കുന്ന ഹൃദയങ്ങളിൽ സാന്ത്വനം നൽകുന്ന സമയമാണിത്. പ്രിയമുള്ളവരെ, ഈ സമയം നാം നഷ്ടമാക്കരുത്. സ്വീകരിക്കുക. ഈശോ എത്രയോ സ്നേഹത്തോടെയാണ് നമുക്ക് നൽകുന്നത്. സ്വീകരിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. ഈശോയുടെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുന്നത് ഇപ്പോൾ നാം അറിയുന്നു. യേശുവെപ്പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവെപ്പോലെ കരുതാൻ ആരും ഇല്ല. യേശുവെപ്പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവെപ്പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. ഇല്ല ഈശോയെ, നിന്നെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവെപ്പോലെ കരുതാൻ ആരും ഇല്ല. ലോകത്തൊരു വ്യക്തി പോലുമില്ല ഈശോയെ നിന്നെ പോലെ കരുതാൻ. യേശുവെപ്പോലെ യോഗ്യനാ ആരും ഇല്ല. വിശ്വസിക്കാം ഈ വാക്കുകൾ. യേശുവേ ആരാധന ആരാധന. ഒരിക്കൽ പാടാം, ആരാധന. യേശുവേ ആരാധന ആരാധന. ഇനിയുള്ള സമയം ഈശോയുടെ ആശീർവാദം മേടിക്കുവാൻ നാം തയ്യാറാവുകയാണ്. വലിയ ദൈവകരുണ ഒഴുകുന്ന സമയമാണ് ഈ സമയം. ഈ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പി ഈശോയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവിടത്തേക്ക് ആരാധനകൾ അർപ്പിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത
നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.